യാക്കോബായ സഭയിലെ മുൻനിരണം ഭദ്രാസനാധിപനായിരുന്ന കൂറിലോസ് തിരുമേനിയോട് ചില ചോദ്യങ്ങൾ എന്ന തലക്കെട്ടിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് കണ്ടു. ആ കുറിപ്പാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ചിങ്ങവനത്തെ ഒരു ഹാളിൽ വെച്ച് അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 9 അച്ഛന്മാരും ജ്ഞാനായ സമുദായത്തിലെ 2 സഹായ മെത്രാന്മാരും ഒരു പള്ളിയിൽ കയറ്റാവുന്ന ആളുകളും ചേർന്നിരുന്ന് നടത്തിയതായ ഒരു വമ്പിച്ച പ്രതിഷേധ മീറ്റിംഗിൽ ചെന്നിരുന്നുകൊണ്ട് ജ്ഞാനായ സമുദായ മെത്രാപ്പൊലീത്തയെ വഴക്കിൻ്റെ ചെറിയ മെത്രാപ്പൊലീത്ത എന്ന് വിളിക്കുവാൻ മെത്രാച്ച നാണമില്ലേ? ഒരു ജ്ഞാനായക്കാരനല്ലാത്ത മെത്രാച്ചനെ ജ്ഞാനായക്കാരുടെ ആഭ്യന്തര കാര്യത്തിൽ അഭിപ്രായം പറയാൻ എന്ത് അവകാശമാണുള്ളത്? യാക്കോബായ സഭയിലെ മറ്റു മെത്രാന്മാർ ആരും കാണിക്കാത്ത അവിവേകം ആ മീറ്റിംഗിൽ വന്നിരുന്നു കവലപ്രസംഗം നടത്താൻ അല്പം പോലും ഉളുപ്പില്ലാത്ത മനുഷ്യനാണോ മെത്രാച്ചൻ? യാക്കോബായ സഭയിലെ ഒരു വിശുദ്ധനായ മെത്രാപ്പൊലീത്ത എന്ന് വെറുതെ തെറ്റിദ്ധരിച്ച് മെത്രാച്ചൻ നടത്തുന്ന ചാരിറ്റി പ്രസ്ഥാനങ്ങൾക്ക് അകമഴിഞ്ഞു സഹായിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? കല്ലിശ്ശേരി ജ്ഞാനായ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ കൂനം കുരിശ് സത്യത്തിന് നേതൃത്വം നൽകിയ ആഞ്ഞിലിമൂട്ടിൽ ഇട്ടി തോമൻ കത്തനാരുടെ ഖബറിങ്കൽ നിന്നുകൊണ്ട് അന്ത്യോക്യ ബന്ധമാണ്, അന്ത്യോക്യ ബന്ധനമല്ല നമുക്ക് ആവശ്യമെന്ന് മെത്രാച്ചൻ പറഞ്ഞ വീഡിയോ യൂട്യൂബിൽ ഞങ്ങളെല്ലാവരും കണ്ടതാണ്. അതിൽ നിന്ന് രക്ഷ നേടാനാണോ ഇപ്പോൾ ഈ കവലപ്രസംഗം നടത്തിയത്? ജ്ഞാനായ സമുദായത്തിൻ്റെ വലിയ മെത്രാപ്പൊലീത്ത സെവോറിയോസ് തിരുമേനി മെത്രാച്ചനോട് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? താങ്കളോട് സ്നേഹത്തോടെ മാത്രം ഇടപെട്ടിട്ടുള്ള ആ പിതാവിനെ വഴക്കിൻ്റെ ചെറിയ മെത്രാപ്പൊലീത്ത എന്ന് വിളിക്കുവാൻ മെത്രാച്ചൻ്റെ നാവ് എങ്ങനെ പൊങ്ങി? ആ പാവം പിതാവിനെ വഴക്കിൻ്റെ ചെറിയ മെത്രാപ്പൊലീത്ത എന്ന് വിളിച്ച് കയ്യടി നേടിയ മെത്രാച്ചൻ അതിൻ്റെ കണക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കേണ്ടി വരും. ഇതുപോലെയുള്ള കവലപ്രസംഗങ്ങൾ നടത്താനല്ല മെത്രാച്ചനെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നുവെന്നാണ് പ്രമാണം. താങ്കളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു കണിക ബാക്കിയുണ്ടെങ്കിൽ ആ പാവം പിതാവിനെ വിളിച്ച് മെത്രാച്ചൻ ക്ഷമ പറയണം. അല്ലെങ്കിൽ ദൈവം ക്ഷമിക്കുകയുമില്ല. ബഹുഭൂരിപക്ഷം വരുന്ന ജ്ഞാനായക്കാർ താങ്കളോട് ക്ഷമിക്കുകയില്ല. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവിനെ പോലെ ഞങ്ങൾ താങ്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ത്യവിധി നാളിൽ മുഖപ്രസംഗതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ മെത്രാച്ചന് ഇടയാകട്ടെ. ഇതാണ് ഒരു ജ്ഞാനായ സമുദായ വിശ്വാസി പങ്കുവച്ച കുറിപ്പ്. ഇത് തന്നെയാണ് ഓരോ ജ്ഞാനായക്കാരനും പറയാനുമുള്ളത്. കൂറിലോസ് മെത്രാച്ച, അങ്ങ് നിരണം ഭദ്രാസനാധിപനായി സൈക്കിൾ മുക്കിൽ വന്ന് താമസം തുടങ്ങിയ ശേഷമാണ് അങ്ങയെക്കുറിച്ചും പലരും കേൾക്കുന്നതും അറിയുന്നതും. ഇന്നത്തെ അങ്ങയുടെ വാക്കുകൾ കീറിയ പഴഞ്ചാക്കിൻ്റെ വില പോലും ഇല്ലാതെയുള്ള മലക്കമറിച്ചിലിൽ അങ്ങയെ ഒരു വട്ടപൂജ്യമാക്കി മാറ്റിയിരിക്കുന്നു. ജ്ഞാനായ സമുദായത്തിൻ്റെ മെത്രാപ്പൊലീത്ത കുറിയാക്കോസ് മാർ സെവോറിയോസ് തിരുമേനി സുറിയാനി സഭയുടെ ചട്ടപ്രകാരം അങ്ങയേക്കാൾ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ഒരു മെത്രാപ്പൊലീത്തയാണ്. ആ സ്ഥിതിക്ക് അങ്ങയ്ക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും കാര്യത്തിൽ വിയോജിപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ മോർ എപ്രൈം സെമിനാരിയിൽ ചെന്ന് ഒറ്റ പ്രാവശ്യമെങ്കിലും നേരിൽ കണ്ട് അങ്ങയുടെ എതിർപ്പ് അറിയിക്കാമായിരുന്നു. അത് ചെയ്യാതെ മൈക്ക് കെട്ടി തെരുവിൽ തെറി പറയുന്ന ഗുണ്ടാ സംഘത്തിൻ്റെ സൽക്കാരം പറ്റി അഭിവന്ദ്യ സെവോറിയോസ് തിരുമേനിയെ വഴക്കിൻ്റെ മെത്രാപ്പൊലീത്ത എന്ന് അഭിസംബോധന ചെയ്യുകയല്ല വേണ്ടിയിരുന്നത്. കാലം ചെയ്ത കിഴക്കിൻ്റെ വലിയ മെത്രാപ്പൊലീത്ത ക്ലീമീസ് തിരുമേനിയുടെ കാലത്തുപോലും മോർ എപ്രൈം സെമിനാരിയുടെ വാതിൽ വ്യത്യസ്ത മതസ്ഥർക്ക് പോലും ഏത് സമയത്തും കയറി വന്ന് തിരുമേനിയെ കാണുവാനും സംവാദം ചെയ്യുവാനും മലർക്കി തുറന്നിട്ടിരുന്നു. അപ്പോൾ കൂറിലോസ് തിരുമേനിക്ക് മുൻകൂട്ടി അനുവാദം പോലും വാങ്ങാതെ കയറി വരാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള മോർ എപ്രൈം സെമിനാരിയിൽ ഉണ്ടായിരുന്ന സെവോറിയോസ് മെത്രാച്ചനെ വന്നുവെന്ന് കണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ പോലും ശ്രമിക്കാതെ വിളിച്ചു പറഞ്ഞാൽ കേൾക്കാവുന്ന ദൂരത്തു വന്ന് നിന്നുകൊണ്ട് അങ്ങ് മൈക്കിൽ കൂടി ഒരു മെത്രാപ്പൊലീത്തയ്ക്ക് യോജിക്കാത്ത രീതിയിൽ വെറും കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം അവഹേളിച്ച് സംസാരിച്ചത് നിന്ദ്യവും മ്ലേച്ഛവുമാണ്.